നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അസമിലെ നാഗോൺ ജില്ലയിലെ മൊറിക്കലോങ് ചാരിക്കുട്ടി പ്രദേശത്ത് നിന്ന് പോലീസ് നടത്തിയ ഒരു പ്രധാന ഓപ്പറേഷനിൽ ഒരു സ്ക്രാപ്പ് യാർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മോഷ്ടിച്ച വസ്തുക്കളുടെ വൻ ശേഖരം കണ്ടെടുത്തു. വൈദ്യുതി, ആശയവിനിമയ വകുപ്പുകളിൽ നിന്നുള്ള കേബിളുകൾ, ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ച പിച്ചള മണികൾ, തൃശൂലങ്ങൾ, വിഗ്രഹങ്ങൾ, മറ്റു മതപരമായ വസ്തുക്കൾ എന്നിവ കണ്ടെടുത്ത വസ്തുക്കളിൽ ഉൾപ്പെടുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഹമീദ് അലിയും മകൻ അസറുദ്ദീൻ അലിയും നടത്തിയിരുന്നതായി പറയപ്പെടുന്ന പ്രാദേശികമായി ഖബരി ഡംപ് എന്നറിയപ്പെടുന്ന സ്ക്രാപ്പ് യാർഡിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. ഹൈബർഗാവ് പോലീസ് രാവിലെ ഒരു മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി ഖബരി ഡംപ് എന്നറിയപ്പെടുന്ന സ്ക്രാപ്പ് യാർഡ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മോഷ്ടിച്ചതായി സംശയിക്കുന്ന ധാരാളം വസ്തുക്കൾ കണ്ടെത്തിയത്. ഇതിൽ പിച്ചള, അലൂമിനിയം വസ്തുക്കൾ, അസം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന്റെയും ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെയും ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ കേസിൽ ഹമീദ് അലിയെ കസ്റ്റഡിയിലെടുത്തു. അതേസമയം അദ്ദേഹത്തിന്റെ മകൻ അസറുദ്ദീൻ അലി സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. പിടിച്ചെടുത്ത വസ്തുക്കളുടെ വിപണി മൂല്യം കോടിക്കണക്കിന് രൂപ വരുമെന്ന് ഉദ്യോഗസ്ഥർ കണക്കാക്കി. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അച്ഛനും മകനും വർഷങ്ങളായി മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയും മോഷ്ടിച്ച വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രമായി സ്ക്രാപ്പ് യാർഡ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. പിടിക്കപ്പെട്ടപ്പോൾ അയാൾ "ഞാൻ നിയമാനുസൃതമായി ബിസിനസ് ചെയ്യുന്നു, GST അടയ്ക്കുന്നു" എന്ന് അലറി വിളിച്ചു. തുടർന്ന് ചില മുസ്ലിം സ്ത്രീകൾ പോലീസിനെ തടയാൻ ഓടിക്കയറി. കൂടാതെ കുടുംബാംഗങ്ങൾ പോലീസ് നടപടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും ആരോപിച്ച് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ അർദ്ധസൈനികരെ പിന്നീട് വിന്യസിച്ചു. ബഹളത്തിനിടയിൽ അസറുദ്ദീൻ അലി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതേസമയം പോലീസ് അവരുടെ ഓപ്പറേഷനും കേസ് അന്വേഷണവും തുടർന്നു. റെയ്ഡിനിടെ ക്ഷേത്രങ്ങളിൽ നിന്നും ഗോസായി ഭവനങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട പിച്ചളമണികൾ, തൃശൂലങ്ങൾ, വിഗ്രഹങ്ങൾ, പുണ്യശ്രീമാലകൾ, പിച്ചള, മതപരമായ വസ്തുക്കൾ, മറ്റ് ഹിന്ദുമത ചിഹ്നങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു. ഇവയെല്ലാം ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരുന്നു. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ മതപരമായ മോഷ്ടിക്കപ്പെട്ടതെന്നും ഒരു സംഘടിത സംഘത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഹമീദ് അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. കേസ് എല്ലാ കോണിൽ നിന്നും അന്വേഷിച്ചു വരികയാണെന്നും ഈ ശൃംഖലയുമായി ബന്ധമുള്ള കൂടുതൽ വ്യക്തികൾ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ക്ഷേത്രം നശിപ്പിക്കലും സംഘടിത കൊള്ളയും ബിസിനസ് ആക്കാൻ കഴിയില്ല. വലിയ ക്ഷേത്രക്കൊള്ള സംഘടിപ്പിച്ച സംഘത്തെക്കുറിച്ച് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. GST അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ സഹതാപം നേടാൻ ശ്രമിക്കുകയാണ്. ആരും നിയമത്തിന് അതീതരല്ല. വിശ്വാസത്തെ ആക്രമിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ ആവശ്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.